വർഷങ്ങൾക്ക് മുൻപ് 2 കൊലപാതകം നടത്തിയെന്ന് കോഴിക്കോട് ഒരു വയോധികൻ കുറ്റസമ്മതം നടത്തിയൊരു കേസ് ഓർമ്മയില്ലേ? അതിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. 1986-ൽ കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു. ഇരിട്ടി വെളിമാനം സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസ്. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചതിനെ തുടർന്ന് വെള്ളത്തിൽ താഴ്ത്തി കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രതി മുഹമ്മദ് അലിയുടെ മൊഴി. 1986-ൽ കൂടരഞ്ഞിയിലും 89-ൽ വെള്ളയിൽ ബീച്ചിലുമായി 2 പേരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു മുഹമ്മദ് അലി കഴിഞ്ഞ വർഷം കുറ്റസമ്മതം നടത്തിയത്. വെള്ളയിൽ കൊലപാതകത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, 2 പേരെ താൻ കൊലപ്പെടുത്തിയെന്ന് ഒരാൾ പറയുകയും അതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പിലാണ് എന്നൊരു വെല്ലുവിളി ഉണ്ടാവുകയും ചെയ്ത സംഭവമാണ്. ഇപ്പോൾ അതിനൊരു ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. 40 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കത്തിലേക്ക്, ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി എന്ന വയോധികൻ ഒരു കുറ്റസമ്മതം നടത്തിയത്. 1980 കാലഘട്ടങ്ങളിൽ താൻ 2 പേരെ കോഴിക്കോട് വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഇയാൾ പോലീസിന് മുൻപാകെ നൽകിയ മൊഴി. പോലീസ് ആദ്യം ഇയാൾ കള്ളം പറയുകയാണോ എന്ന് സംശയിച്ചു. പക്ഷേ പിന്നീട് ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കൊലക്കുറ്റം അത് ചുമത്തുകയും പിന്നീട് ഇയാളെ ജയിലിലടക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കൊലപാതകം ഇയാൾ നടത്തിയത് കൂടരഞ്ഞിയിലാണ് എന്നുള്ളതായിരുന്നു മൊഴി. തിരുവമ്പാടി പോലീസ് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. ആ അന്വേഷണം എന്നുള്ളത് മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പോലീസ് പോകുന്നതും അതിനൊടുവിൽ ഇപ്പോൾ അവിടെ കൊല്ലപ്പെട്ടത് ഇരിട്ടി വെളിമാനം സ്വദേശിയായ മോഹനൻ എന്നയാളാണ് എന്നും പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞത്. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളും പോലീസിന്റെ പക്കലുണ്ടായിരുന്നില്ല ഈ അന്വേഷണത്തിന്റെ തുടക്കഘട്ടത്തിൽ. ആ സമയത്ത് അവിടെ ഈ പ്രദേശത്തേക്ക് ആളുകളെയൊക്കെ ജോലിക്ക് കൊണ്ടുവന്ന ദേവസ്യ എന്ന് പറയുന്ന ഒരാളെ കേന്ദ്രീകരിച്ച് അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീടുള്ള അന്വേഷണം പോലീസ് നടത്തിയത്. ഒന്നുകിൽ പാലക്കാട് സ്വദേശി അല്ലെങ്കിൽ ഇരിട്ടി സ്വദേശി എന്നുള്ള ഒരു പ്രാഥമികമായ നിഗമനം പോലീസിനുണ്ടായിരുന്നു. പാലക്കാട് എത്തിയും ഇരിട്ടി എത്തിയും പോലീസ് അന്വേഷണം നടത്തി. അതിനിടയിലാണ് ഇരിട്ടിയിൽ ചെന്ന് അവിടെയുള്ള ചിലരുമായി നടത്തിയ അന്വേഷണത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കുന്നതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഒപ്പം തന്നെ ഈ മുഹമ്മദ് അലിയോട് ചോദിച്ച് തയ്യാറാക്കിയ രേഖാചിത്രത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ടത് മോഹനൻ എന്നയാളാണ് എന്നൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നത്. നേരത്തെ മുഹമ്മദ് അലി പോലീസിന് നൽകിയ മൊഴി തന്നെ ഒരാൾ ലൈംഗികാതിക്രമം നടത്തി അതിന്റെ ദേഷ്യത്തിൽ അതിന്റെ പകയിൽ താൻ കൊലപാതകം നടത്തി എന്നുള്ളതായിരുന്നു. ഈ മോഹനൻ എന്നയാൾ തിരികെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ ഒരു വയലിന്റെ സമീപത്ത് വെച്ച് അയാളെ ഈ വയലിലേക്ക് ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടെത്തലുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. ഈ പോസ്റ്റ്മോർട്ടവും റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ മൊഴിയും രേഖാചിത്രവും ഒക്കെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടരഞ്ഞിയിൽ, അതായത് തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കൊലപാതകം അന്ന് കൊല്ലപ്പെട്ടത് മോഹനൻ എന്ന ഇരിട്ടി വെളിമാനം സ്വദേശിയാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നത്. ഏതായാലും 40 വർഷം മുൻപുള്ള സംഭവമാണ്. 1986 ഡിസംബറിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതേസമയം തന്നെ 1989 2 കൊലപാതകങ്ങൾ നടത്തിയെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. ഒന്നും എവിടെ നിന്നും ഒരു തെളിവും കിട്ടാത്ത സാഹചര്യത്തിൽ പോലീസ് വട്ടം കറങ്ങിപ്പോയ വെളിപ്പെടുത്തലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു കൃത്യമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലായിരിക്കുന്നു. വെളിമാനം സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു.